വളരെ പ്രയോജനപ്പെട്ടു. ഇന്ന് നമ്മൾ 13-ാം വചനം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അറുത് പാപമത്രേ മരണമായി തീർന്നത് അത് നന്മയാ നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയിക്കേണ്ടി ആ, തെളിയേണ്ടി തെളിയേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ എന്നാണ്. അതായത് did that which is good then become death to me? Certainly not. But sin, in order that it might be revealed as sin, was produced death in me by these good things, so that through the commandment sin would become exceedingly sinful എന്നാണ് പറയുന്നത്. സോ അതായത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം, എന്നാൽ നന്മയായുള്ളത് എന്താണ്? നന്മയായുള്ളത് ഞാൻ ഏതിനെയാണ് നന്മയായിട്ട് കണ്ടത്? അത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അത് മരണകാരണമായി തീർന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. Did that which is good then become death to me? അപ്പോൾ ഈ നന്മയായുള്ളത് എന്ന് പറഞ്ഞാൽ ഏതാണ് നന്മയായുള്ളത്? നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായപ്രമാണത്തെ കുറിച്ചാണ്. ന്യായപ്രമാണം പാപമാണോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദ്യം ചോദിക്കുന്നു 7-ാം വചനത്തിൽ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമാണോ? പാപമെന്നോ ഒരു നാളും അരുത്. What shall we say then? Is the law sin? Certainly not. പിന്നെ എന്താണ് ന്യായപ്രമാണം? 13-ാം വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. സോ എന്താണ് 13-ാം വചനത്തിൽ പറയുന്നത്? 7-ഉം പിന്നെ 13. 13-ാം വചനത്തിൽ പറയുന്നു, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്നാണ് പറയുന്നത്. സോ then the law is holy and the commandment is holy and righteous and good എന്നാണ്. അപ്പോൾ ന്യായപ്രമാണം നന്മയുള്ളതാണ്, ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം വിശുദ്ധിയുള്ളതാണ്, ന്യായപ്രമാണം ന്യായമുള്ളതാണ്. സോ ഈ നന്മയുള്ളതും ന്യായമായതും എന്റെ ജീവിതത്തിൽ മരണകാരണമായി തീർന്നോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. വേറെ ഒരു രീതിയിൽ ന്യായപ്രമാണം നല്ലതാണ്, എന്നാൽ അത് എന്റെ ജീവിതത്തിൽ മരണത്തിന് കാരണമായി തീർന്നോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം. So if the law causes my doom, then how can we say it is good? ന്യായപ്രമാണം മരണത്തിന് കാരണമായി തീർന്നാൽ ആ ന്യായപ്രമാണത്തെ നല്ലതാണെന്ന് നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? അപ്പോസ്തലനായ പൗലോസ് തന്നെ ഉത്തരം പറയുന്നു, certainly not. അങ്ങനെയല്ലാതെ. പിന്നെ എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത്? വചനം പറയുന്നു. സോ ന്യായപ്രമാണം എന്ന് പറയുന്നത് മരണത്തിന് കാരണമായി തീർന്നോ എന്നാണ്. ന്യായപ്രമാണമല്ല എന്നെ മരണത്തിന് കാരണമായി തീർന്നത്, ഹേതുവായത്. ഇറ്റ് വാസ് നോട്ട് ദ ലോ ദാറ്റ് കോസസ് മീ ടു ഡൈ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറഞ്ഞത്? പാപത്തിന്റെ ശമ്പളമാണ് മരണം. ന്യായപ്രമാണത്തിന്റെ ശമ്പളം മരണമല്ല. വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്, നോട്ട് ദ വേജസ് ഓഫ് ദ ലോ. സോ അതുകൊണ്ട് വചനം എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? അത്
നന്മയുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിൽ അത് നന്മയുള്ളതിനെ കൊണ്ട്, അതായത് ന്യായപ്രമാണം കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയിക്കേണ്ടതിന് കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിന് തന്നെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So, but sin, in order that it might be revealed as sin, was producing death in me by using this good law as a weapon, so that through the commandment sin would become exceedingly sinful എന്നാണ് പറയുന്നത്. The law is good, the law is righteous, but it produced death in me. നല്ലതായ നീതിയുള്ള ന്യായപ്രമാണം എന്നിൽ മരണം ഉളവാക്കി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ അവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? Sin used the law, which is good, to bring death and condemnation in my life എന്നാണ് പറയുന്നത്. ഈ പാപം ഉണ്ടല്ലോ, ഈ പാപം എൻ്റെ ജീവിതത്തിൽ മരണവും ശിക്ഷാവിധിയും വരുത്താൻ ഈ പാപം എന്തോ ചെയ്തു? ന്യായപ്രമാണത്തെ അത് ഉപയോഗിച്ചു. അപ്പൊ ന്യായപ്രമാണത്തെ അത് എങ്ങനെയാണ് ഉപയോഗിച്ചത് പാപം എന്ന് ചോദിച്ചാൽ, അത് എനിക്ക് നേരെയാണ്. അത് എൻ്റെ ജീവിതത്തിൽ മരണം കൊണ്ടുവരത്തക്ക രീതിയിൽ പാപം ന്യായപ്രമാണത്തെ എടുത്ത് ഉപയോഗിച്ചു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. By this you should know how cunning, deadly and demandable sin is. ഇതിൽ കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, പാപം എത്ര തന്ത്രപൂർവം മാരകവും ഭയങ്കരമായതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ വചനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം ന്യായപ്രമാണം എൻ്റെ ജീവിതത്തിൽ മരണമുണ്ടാക്കുന്ന രീതിയിൽ ഈ പാപം അതിനെ ഉപയോഗിച്ചു. അത് പാപത്തിന്റെ വലിയ ഒരു തന്ത്രമാണ്. അത് ഭയങ്കര മാരകമായതാണ്. അത് ഭീകരമായതാണ്. Because sin uses God's good laws for its own evil purposes. കാരണം ഈ പാപം ദൈവത്തിന്റെ നല്ല നീതിയുള്ള ന്യായപ്രമാണത്തെ തന്റെ സ്വന്ത ദുഷ്ട ദ്രോഹം നിറഞ്ഞ ചതിയുള്ള ഉദ്ദേശ്യങ്ങൾക്കായി ന്യായപ്രമാണത്തെ അത് ഉപയോഗിക്കും. സോ അതാണ് പാപത്തിന്റെ മിടുക്ക് എന്ന് പറയുന്നത്. സോ we see sin is such a terrible thing. Not it only makes me bad, even it takes good laws of God and makes me even more guilty of death than I was before. So ഇതിൽ കൂടി പാപം വളരെ ഭയാനകമായ ഒരു കാര്യമാണെന്ന് നമ്മൾ കാണുന്നു. ഈ പാപം എന്താണ് ചെയ്യുന്നത്? അത് എന്നെ മോശക്കാരനാക്കുന്നത് മാത്രമല്ല, സോ അത് ദൈവത്തിന്റെ നല്ല ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ അത് കയ്യിലെടുക്കുകയും എന്തോ ചെയ്യുന്നു? സോ എൻ്റെ ജീവിതത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ എന്നെ കുറ്റക്കാരനാക്കുകയും ചെയ്യും. ഞാൻ പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ ഞാൻ കുറ്റക്കാരനായി. അതിൽ കൂടുതൽ ഇപ്പോൾ കുറ്റക്കാരനാകാൻ കാരണം ദൈവത്തിന്റെ കൽപ്പനകളാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ 14-ാമത്തെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നാണ് പറയുന്നത്.
So we know that the law is spiritual. കണ്ടോ? അല്ല, ന്യായപ്രമാണം പാപമല്ല, ന്യായപ്രമാണം വിശുദ്ധിയുള്ളതാണ്, ന്യായപ്രമാണം നീതിയുള്ളതാണ്, ന്യായപ്രമാണം നല്ലതാണ്. ഇവിടെ പറയുന്നു ന്യായപ്രമാണം എന്താണ്? ന്യായപ്രമാണം ആത്മീകം എന്നാണ്. സോ സെക്കൻഡ് ഹസ്ബൻഡ് ഈസ് വെരി ഗുഡ്. എന്താണ് പ്രശ്നം? അത് നമ്മൾ കണ്ടതാണ്. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിനു ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നാണ് പറയുന്നത്. So we know that the law is spiritual, but I am creature of the flesh, sold into slavery to sin എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. സോ ഞാനോ ജഡമയൻ, പാപത്തിനു ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നാണ് പറയുന്നത്. But I am a creature of flesh, sold into slavery to sin എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ജഡമയൻ? ഞാൻ ജഡമയൻ എന്ന് പറയുമ്പോൾ I am a creature of the flesh എന്ന് പറയുമ്പോൾ I am a worldly man. Worldly man എന്ന് പറയുമ്പോൾ I am a self-reliant, സ്വയം പര്യാപ്തതയുള്ള ഒരു വ്യക്തിയാണ്. I am so carnal. I am so unspiritual. So അതാണ് ഞാൻ ജഡമയൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. സോ എന്റെ മൈൻഡ് ഭയങ്കര വേൾഡ്ലി മൈൻഡാണ്, സെൽഫിഷ് മൈൻഡാണ്, സെൽഫ് ഓറിയന്റഡ്, സെൽഫ് സെന്റേർഡ് ആണ്, ഭയങ്കര കാർണലാണ്, അൺസ്പിരിച്വൽ ആണ്, ആത്മീയതയൊന്നും ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റിയാണ്. അതാണ് ഞാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. വീണ്ടും അവിടെ പറയുന്നു I am sold into bondage to sin, അല്ലെങ്കിൽ I am sold into slavery to sin എന്നാണ് പറയുന്നത്. ഞാൻ ജഡമയനാണ്, മാത്രമല്ല പാപത്തിന്റെ അടിമത്തത്തിലേക്ക് ഞാൻ വിൽക്കപ്പെട്ട വ്യക്തിയാണ്, വിൽക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So I am doing things under its control. I am doing things under sin's control. I am serving under sin's control. ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് പാപത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് പാപത്തിന്റെ നിയന്ത്രണത്തിലാണ്. സി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ ആക്ച്വലി ഇത് നമ്മുടെ ഒരു ജീവിതത്തിന് അപ്ലൈ ചെയ്യണം. സോ ഇത് വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് സീരിയസ് ആയിട്ട് ആവശ്യമുള്ള ഒരു അറ്റൻഷൻ കൊടുത്ത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. സോ ഈ ഒരു 7-8 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ then be sure that even if you are going to live 100 years on this earth, so we are not going to overcome sin or defeat sin or devil. അപ്പൊ ഈ സത്യം നമ്മൾ അറിയണം, ആ സത്യത്തിൽ കൂടി നമ്മൾ രക്ഷപ്പെടണം. സോ അപ്പോഴാണ് ഈ പാപത്തിന്റെ ചതിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജഡമയനാണ്, സോ പാപത്തിന് വിൽക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. See, people do good works externally, but internally they are controlled by sin. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പുറമേ അനേക ആളുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, അത് പുറമെയാണ് അത് നല്ല പ്രവൃത്തി, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ internally that good work is controlled by the sin, ഇല്ലെങ്കിൽ sinful motives. So people can serve God externally, but inside
they are controlled by sin or sinful motives. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് ഭയങ്കര ചതിവാണ്. എന്നാൽ അനേക ക്രിസ്ത്യാനികൾ പുറമേ നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് they are so content and they are so satisfied ആണ്. But they are not realizing that their motives are controlled by sin. Inside, sin is controlling them. Sin is ruling them as a master. അതാണ് പാപത്തിന്റെ ചതി. The whole subject of Romans chapter 7 is freedom from legalistic way of serving God. അത് നമ്മൾ 7-ാം അധ്യായത്തിന്റെ തീമിനെ നമ്മൾ ഒന്ന് അറിയുന്നത് വളരെ നല്ലത്. സോ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ 14-ാം വചനത്തിൽ ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, എന്നാൽ പ്രശ്നം എന്താണ്? ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി പാപത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിൽക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ പാപത്തെ സേവിക്കാൻ വേണ്ടി പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ഒരാൾ എങ്ങനെയാണ് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നത്? കർത്താവിനെ ദാസനായി ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണ്? കർത്താവിനെ സേവിക്കുന്നത് എങ്ങനെയാണ്? അതാണ് how do we serve him? അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. 7:7 അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് എന്നാണ്. So that we serve God in the newness of the spirit and not in the wholeness of the letter of the law എന്നാണ് പറയുന്നത്. സോ ഇതാണ് റോമർ 7-ാം അധ്യായത്തിന്റെ തീം എന്ന്. സോ പാപത്തിന് അടിമയായിട്ട് പാപത്തിന്റെ കൺട്രോളിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്? You know, a servant can serve his master completely and reluctantly and unhappily. ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഒരു ദാസൻ തന്റെ യജമാനനെ പൂർണ്ണമായും കംപ്ലീറ്റ്ലി അവൻ സേവിക്കും. പുറമെ കംപ്ലീറ്റ് അറ്റൻഷന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഉള്ളിൽ ഇൻസൈഡ് മനസ്സില്ലായ്മ കൊണ്ടാണ്, മനസ്സോടെയാണ്, അസന്തോഷത്തോടെയാണ് അവൻ ആ യജമാനനെ സേവിക്കുന്നത്. ഇത് നല്ല ഒരു ശുശ്രൂഷയുടെ മോഡലാണ്. See, outside everything is okay, but inside there is a problem. Inside I am not so happy to serve him. എനിക്ക് ശരിക്കും വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യാൻ മനസ്സില്ല. എന്നാൽ പുറമെ സന്തോഷമുള്ളതായിട്ട് വിശ്വസ്തനായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കാൻ പറ്റും. So Jesus taught us to pray, thy will be done on earth as it is in heaven. യേശു ക്രിസ്തു നമ്മെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെന്താണ് പഠിപ്പിക്കുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, how do the angels do God's will in heaven? So angels do God's will not reluctantly but joyfully. സ്വർഗത്തിൽ എങ്ങനെയാണ് ദൈവദൂതന്മാർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത്? അപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ദൈവദൂതന്മാര് മനസ്സില്ലായ്മയോടെയല്ല, പിന്നെയോ വളരെ സന്തോഷത്തോടെയാണ് അവർ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത്. വളരെ സന്തോഷവും സന്തുഷ്ടിയും ഉത്സാഹവും പൂർണ്ണ മനസ്സോടെ അവർ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ ദൈവദൂതന്മാർ ചെയ്യുന്നുണ്ട്. അത് ഭൂമിയിലും ആകണം എന്നാണ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, യേശുക്രിസ്തുവിന്റെ ഒരു ഉദ്ദേശം. സ്വർഗത്തിൽ ദൈവദൂതന്മാർ പൂർണ്ണ സന്തോഷത്തോടെയാണ് ദൈവത്തെ അനുസരിക്കുന്നത്, ആരാധിക്കുന്നത്,
സേവിക്കുന്നത്, അനുസരിക്കുന്നത്. So obedience without joy is not the obedience that God wants. അപ്പൊ സന്തോഷമില്ലാത്ത ഒരു അനുസരണം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നത്? സന്തോഷത്തോടെയാണോ, പൂർണ്ണ മനസ്സോടെയാണോ, ഇല്ലെങ്കിൽ മനസ്സില്ലാത്ത രീതിയിലാണോ, അസന്തോഷത്തോടെയാണോ, അസമാധാനത്തോടെയാണോ, എന്തോ ഒരു ഹാഫ് മൈൻഡഡ് സ്പിരിറ്റിൽ കൂടിയാണോ? അതൊക്കെ ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യം. ദൈവം ആഗ്രഹിക്കുന്നത്, നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ, പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചാൽ മതി. അതർവൈസ് യു നോ നീഡ് ടു ഒബേ മീ. അതാണ് ദൈവം പറയുന്നത്. So God doesn't want your reluctant obedience. നിങ്ങളുടെ മനസ്സില്ലാ മനസ്സോടെയുള്ള അനുസരണം ദൈവത്തിന് ആവശ്യമില്ല. അതാണ് ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. You may be the person who crucified the old man or the old self, but you are not willing to give yourself to God completely. നമ്മൾ എല്ലാവരും നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിൽ ആക്കിയവരാണ്. നമ്മളെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പഴയ മനുഷ്യനെ കൊന്നിട്ടുണ്ട്. The whole man got died. എന്നാൽ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, മനസ്സില്ലെങ്കിൽ, അപൂർണമായിട്ടുള്ള അസന്തോഷത്തോടെ സമർപ്പിക്കുന്ന ആ സമർപ്പണ ദൈവം സ്വീകരിക്കാൻ തയ്യാറല്ല. ദൈവത്തിന് അങ്ങനെയുള്ള സമർപ്പണ വേണ്ട. So you may obey God and your obedience is still not satisfying God. Your commitment is still not satisfying God, pleasing God. അപ്പൊ നിങ്ങൾ ദൈവത്തെ അനുസരിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ അനുസരണം ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല, അത് സംതൃപ്തിപ്പെടുത്തുന്നില്ല ദൈവത്തെ. വചനം പറയുന്നത് എന്താണ്? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും 14-ാം വചനത്തിൽ പറയുന്നു, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. We know that the law is spiritual. See, the law is good. The law is holy. The law is righteous. The law is spiritual. And the law is not sin. But പ്രശ്നം എന്താണ്? പ്രശ്നം ന്യായപ്രമാണത്തിൻ്റെതാണോ? അല്ല. But I am a creature of the flesh എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? I am a worldly man, self-reliant man, self-sufficient man, autonomous man, person, very carnal and unspiritual person. അത് മാത്രമല്ല, എന്താണ് പറയുന്നത്? Sold into slavery to sin. I am serving, I am doing everything under the control of sin. So sin makes me reluctant to serve God. Sin makes me reluctant to obey God. കാരണം ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പാപത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? നമ്മൾ പുറമെ ക്രിസ്ത്യാനികളാണ്, ബട്ട് ഇൻസൈഡ് ഹൂ ഈസ് കൺട്രോളിങ്? ഈസ് ജീസസ് കൺട്രോളിങ് ഓർ സിൻ കൺട്രോൾ? അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ന്യായപ്രമാണം എനിക്കറിയാം. ന്യായപ്രമാണം ഞാൻ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്.
ന്യായപ്രമാണം വളരെ നല്ലതാണ്, അത് വിശുദ്ധിയുള്ളതാണ്, ന്യായമാണ്, നീതിയുള്ളതാണ്. എന്നാൽ എന്താണ് പ്രയോജനം? 15 വചനം വായിക്കും. 15 വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത്, ആദ്യം 14th വേഴ്സ് 14 പറയുന്നു എന്താണ്? ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി ജീവിക്കേണ്ടതിന് വിൽക്കപ്പെട്ടവൻ എന്നാണ്. 15 വചനത്തിൽ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For I do not understand my own actions. I do not practice what I want to do, but I am doing the very thing I hate. എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, ഞാൻ ആഗ്രഹിക്കുന്നതിനെ അല്ല, എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പകയ്ക്കുന്ന കാര്യം അത്രയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. I do not practice what I want to do, but I am doing the very thing I hate. So നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവമുണ്ട്? നമ്മൾ ഇങ്ങനെ ഇച്ഛിക്കുന്നത് ചെയ്യാതെ ഇച്ഛിക്കാത്തതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So how true it is in all of us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിൽ, സംസാരിക്കുന്ന വാക്കുകളിൽ അത് എത്രമാത്രം സത്യമാണ്. So what do we hate? So നമ്മൾ എന്താണ്? നമ്മൾ വെറുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So we do what we hate, isn't it? നമുക്ക് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ പോരാട്ടം. See, you are a born again person. So നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. സത്യം എന്താണെന്നറിയാം. So you acknowledge that the law is good, the commandment of God is good, and you want to do what is right. നിങ്ങൾ ന്യായപ്രമാണം നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരും അറിയുന്നവരും ദൈവത്തിന്റെ വചനത്തെ, ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നവരും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. അതെല്ലാം ശരി. ബട്ട് എന്താണ് ഇവിടെ സംഭവം? You are going to end up in doing what you don't want to do. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് അറിയാം. എന്നാൽ ആ അറിയുന്ന ശരിയായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ഉൾട്ടായി പോകും. ഇവിടെ നമ്മൾ അറിയുന്നുണ്ട് നല്ലത് ഏതാണെന്ന്, എന്നാൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നാണ്. What we know, what we do, ഇത് രണ്ടും വ്യത്യാസമാണ്. ഇപ്പൊ നല്ലത് അറിയുന്നുണ്ട്, പ്രവൃത്തി മോശമാണ്. അറിവ് നല്ലതാണ്, പ്രവൃത്തി മോശമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So you determine you are not going to lose your temper anymore, and you lose your temper. So ഉദാഹരണം, എനിക്ക് കോപിക്കുന്നത്, ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മനസ്സിൽ തീരുമാനിക്കുന്നു, ഇനി മുതൽ ഞാൻ കോപിക്കില്ല, ദേഷ്യപ്പെടത്തില്ല എന്ന്. എന്നാൽ എന്താണ് ചെയ്യുന്നത്?
അങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും, കോപിക്കും, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കാണിക്കും. So we all make a new year resolution on the 1st of January. പുതിയ വർഷം വരുമ്പോഴെല്ലാം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂ റെസൊല്യൂഷൻസ് ഇൻ ന്യൂ ഇയർ. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? And with great effort we try to keep those resolutions എന്ന് പറയും till 5th or 6th of January. എന്നാൽ 7ാം തീയതി വരുമ്പോൾ we break all those resolutions. എന്നാൽ ചിലരൊക്കെ ഉണ്ട്, a few people with greater determination may keep those resolutions till 15th of January. So അതിനെക്കാട്ടിലും കൂടുതൽ സീരിയസ് ആയിട്ട് ആരെങ്കിലും എന്റെ ജീവിതത്തെ മാറ്റണം, എന്റെ ക്യാരക്ടറിനെ മാറ്റണം, ആറ്റിറ്റ്യൂഡിനെ മാറ്റണം എന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ hardly anybody can keep those resolutions till the 31st of January. കഴിഞ്ഞു ഒരു മാസം. നമ്മൾ ചെയ്യുന്ന റെസൊല്യൂഷൻസ് തന്നെ നമുക്ക് കീപ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഇയർ we make new set of resolutions, and even those resolutions will not turn to be better either. ഓരോ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം എന്തോ ചെയ്തു, ഒരു മാസത്തേക്കേ ഉള്ളൂ മാക്സിമം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിന് അത്രേ ഞാൻ ചെയ്യുന്നത്. For I do not understand my own actions. I do not practice what I want to do, but I am doing the very thing I hate. The things I am doing, I don't understand. And I am not doing what I want to do. I am doing the very thing that I hate in the Apostolic Gospel. So, idu ende experience ningalude experience aano? Is that your experience too, as we read in Romans 7:15? ഇത് വായിക്കുന്ന കേൾക്കുന്ന നമ്മുടെ അനുഭവം അതുപോലെയാണോ? See, you may not be an honest person about these. ഈ കാര്യത്തിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, but that is between you and God. So, but Paul was honest here. He is confessing his weaknesses very honestly. അപ്പോസ്തലനായ പൗലോസ് സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. സത്യസന്ധനായ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോരാട്ടത്തെ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, കൺഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So honesty is something which God loves. So do you know that? So നിങ്ങൾക്കറിയാമോ, ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധതയാണ്. സോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് സത്യസന്ധതയാണ്, ഓണസ്റ്റിയാണ്, പെർഫെക്ഷൻ അല്ല. സോ നമുക്ക് ആർക്കും പെട്ടെന്ന് വിത്തിൻ എ മിനിറ്റ് നമുക്ക് പെർഫെക്ഷനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്നാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ മുൻപിൽ കാണപ്പെടാനും ജീവിക്കാനും സാധിക്കും. So God really wants us to be absolutely honest. ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ പൂർണ്ണമായും സത്യസന്ധരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So here എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? Paul says to the Lord, Lord,
I really acknowledge that your laws, your words, your commandments are perfect and holy. പൗലോസ് കർത്താവിനോട് പറയുന്നു, കർത്താവെ, നിന്റെ കൽപ്പനകൾ, നിന്റെ ന്യായപ്രമാണം, നിന്റെ വചനങ്ങൾ നീതിയുള്ളതും വിശുദ്ധിയുള്ളതുമാണ്. അത് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് മാത്രമല്ല, I want to keep them. I want to obey your precepts. ഞാൻ അത് അനുസരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് എന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ രീതിയിൽ എന്റെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. But I am not able to keep them. എന്നാൽ എന്റെ ജീവിതത്തിൽ അതിനെ പാലിക്കാൻ കഴിയുന്നില്ല. So is this your condition and my condition? ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. It was Paul's condition. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കണ്ടീഷനാണ്, അവസ്ഥയാണ്. But Paul was delivered from such a wretched condition, and you can be delivered and I can be delivered from this kind of wretched condition. എന്നാൽ പൗലോസ് അത്തരം ദയനീയമായ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു. സോ അപ്പോസ്തലനായ പൗലോസ് ഒരു നമ്മുടെ മുൻപിൽ ഒരു ഉദാഹരണമാണ്, ഒരു എക്സാമ്പിൾ ആണ്, ഒരു മോഡലാണ്. അപ്പൊ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന്, പോരാട്ടത്തിൽ നിന്ന്, ഒരു ഫെഡപ്പ് ആയിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ദൈവം വിടുവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും വിടുവിക്കാൻ ശക്തനാണ്, നിങ്ങളെയും വിടുവിക്കാൻ ശക്തനാണ്, എന്നെയും രക്ഷിക്കാൻ ശക്തനാണ്, നിങ്ങളെയും രക്ഷിക്കാൻ ശക്തനാണ്. അപ്പോസ്തലനായ പൗലോസ് ചെയ്തത് ഞാനും ചെയ്യണം, അപ്പോസ്തലനായ പൗലോസ് ചെയ്തത് നിങ്ങളും ചെയ്യണം. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. എന്നാൽ 16-17 വചനങ്ങളിലേക്ക് വരുമ്പോൾ 16-17 വചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്ര. Now, if I habitually do what I do not want to do, I agree with the law, confessing that it is good. So now, it is no longer I who do it, but the sin which lives in me, but the sin which lives in me എന്നാണ്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഒരിക്കലും ഇച്ഛിക്കുന്നില്ല അത് ചെയ്യണമെന്ന്, എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. I habitually do what I do not want to do. അത് എന്റെ ജീവിതത്തിൽ ഒരു ഹാബിറ്റായി. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. സോ ദൈവം എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് ചെയ്യാതെ വേണ്ടാത്തതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ ഒരു ഹാബിറ്റായി പോകും. He says, I know perfectly that what I am doing is wrong. പൗലോസ് പറയുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. വേറെ ഒരാളിന്റെ സാക്ഷ്യം ഒന്ന് വേണം. My conscience says that I am agreeing with these laws, these commandments, these words of God. At the same time, I am breaking them. ഞാൻ കൽപ്പനയെ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ലംഘിക്കുന്ന കൽപ്പനകളോട് ഞാൻ യോജിക്കുന്നവനാണ്. സോ ഞാൻ യോജിക്കുന്നുവെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ, on one side, I agree with the law, confessing that it is good. ഒരു വശത്ത് ഞാൻ നിയമത്തോട്, ന്യായപ്രമാണത്തോട്, കൽപ്പനകളോട് യോജിക്കുന്നു.
അത് നല്ലതാണെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ on the other side, my conscience tells me whatever I am doing is wrong. മറുവശത്ത് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എന്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു. സി, എന്തോരം കോൺട്രഡിക്റ്റിംഗ് ലൈഫാണ്. അപ്പൊ ദൈവത്തിന്റെ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം ഞാൻ ശരി 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 എന്ന് ഞാൻ സമ്മതിക്കുന്നു, അത് വിശ്വസിക്കുന്നു. എന്നാൽ എന്റെ പ്രവർത്തികളെല്ലാം തെറ്റാണ്. അതെങ്ങനെയാ? ഇത് എന്താണ് തെളിയിക്കുന്നത്? What this proves, this condition? This proves that God's laws are good and righteous, but I am breaking them. I am a lawbreaker. ദൈവത്തിന്റെ നിയമങ്ങൾ നല്ലത് നീതിയുള്ളതാണെന്ന് ഇത് തെളിയിക്കുന്നു. പക്ഷേ ഞാൻ അവയെ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന, അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കും. So now my problem is not agreement with God's law. ഇപ്പോൾ എന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നിയമങ്ങളോടും കൽപ്പനകളോടുമുള്ള യോജിപ്പല്ല. ഞാനത് യോജിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. My problem is not that I don't want to do God's laws. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതല്ല എന്റെ പ്രശ്നം. ഞാൻ അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. I agree with them. I want to do God's laws. I want to follow God's commandments. ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളോട് യോജിക്കുന്നു, ദൈവത്തിന്റെ നിയമങ്ങളെ പാലിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് എന്താണ് എന്റെ പ്രശ്നം? എന്താണ് എന്റെ പ്രോബ്ലം? But my problem is I don't have the ability to obey God's laws. See? ആഗ്രഹമുണ്ട്, എബിലിറ്റി ഇല്ല. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നതാണ് എന്റെ പ്രശ്നം. I can't keep the commandments of God. My strength is not enough. എനിക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് അത്രമാത്രം അതിനാവശ്യമുള്ള വേണ്ടിയ ശക്തി ഇല്ല, ശക്തി പോരാ. സോ എന്റെ കേസും നിങ്ങളുടെ കേസും സെയിം ആണോ? ഇവിടെയാണല്ലോ നമ്മുടെ ഒരു വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഈ റോമർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ വന്ന, ചിലർ വായി തുറന്ന് ഉന്നയിച്ച ചോദ്യം ഇതാണല്ലോ. ഈ സ്ട്രഗിൾ ആണല്ലോ എപ്പോഴും നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തെ തന്നെ ഒരു ബാധ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗിൽറ്റി ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരാൻ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ. നമ്മൾ ഇച്ഛിക്കുന്നു, ചെയ്യുന്നില്ല. ഇച്ഛിക്കുന്നതൊന്ന്, ചെയ്യുന്നത് വേറെയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, മൈ പ്രോബ്ലം ഈസ് ദാറ്റ് മൈ ഇൻഎബിലിറ്റി ടു ഒബേ ഗോഡ്സ് ലോസ്. എന്നിൽ ശക്തി ഇല്ല. My strength is not enough to keep the commandments of God, to do the will of God, to please Him, to be always under His control. So Paul says, my mind wants to do the God's will, follow God's laws, but my body is habituated to sin or evil എന്നാണ് പറയുന്നത്. ദൈവഹിതം ചെയ്യാനും ദൈവ നിയമങ്ങൾ പാലിക്കാനും എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ ശരീരം പാപത്തോട്, തിന്മയോടാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയ ഒരു സത്യം, മനസ്സിലാക്കിയ ഒരു പോരാട്ടം. തന്റെ ജീവിതത്തിൽ തന്നെ ഈ പോരാട്ടം ഉണ്ട് എന്നുള്ള സത്യം അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കും. Paul says it is almost against my will I am doing certain things. ചില കാര്യങ്ങളുണ്ടല്ലോ,
അത് ഞാൻ ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? In that case, Paul says, I can't help myself because I am no longer doing it. It is sin inside me, stronger than I am, and that sin makes me to do these things. എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കാരണം ഞാനല്ല ഇത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇച്ഛിക്കുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്, ഇത് ഞാനല്ല ചെയ്യുന്നത്. എന്റെ ഉള്ളിൽ പാപമാണ് എന്നേക്കാൾ ശക്തനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ ശക്തനാണ് പാപം. ആ എന്നേക്കാട്ടിലും ശക്തനായ പാപമാണ് എന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So I want to do good, but there is a tremendous force of sin inside me, and that makes me commit sin after sin. അപ്പൊ എനിക്ക് തിന്മ ചെയ്യാനുള്ള ആഗ്രഹം, നന്മ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ തിന്മ ചെയ്യാനല്ല, നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താണ് വിഷയം? എന്റെ ഉള്ളിൽ പാപത്തിന്റെ ഒരു വലിയ ശക്തി ഉണ്ട്. ആ ശക്തി വസിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ. അത് എന്നെ പാപം ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഫോഴ്സ്. So how honest Paul is, and how true it is in our life. പൗലോസ് എത്ര സത്യസന്ധനാണ്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം സത്യമാണ്. സോ ആക്ച്വലി ഇത് നമ്മുടെ ജീവിതത്തെ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്ന വചനങ്ങൾ. കാരണം അപ്പോസ്തലനായ പൗലോസിന്റെ സെയിം സ്ട്രഗിൾ ആണ് നമ്മുടെ സ്ട്രഗിൾ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ സ്ട്രഗിളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ്. ആ സ്ട്രഗിൾ ശരിക്കും മനസ്സിലാക്കിയ വ്യക്തിയാണ്. ആ സ്ട്രഗിളിനെ ജയിച്ച, ആ ഫോഴ്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട, അങ്ങനെ ഉള്ളവർക്ക് ഒരു രക്ഷയുടെ ജീവിതം ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? See, you don't want to lust anymore with your eyes, but all of a sudden, in a moment of temptation, the force of sin, പാപത്തിന്റെ ശക്തി, makes you to do what you don't want to do. നമുക്ക് കണ്ണുകൊണ്ട് മോഹിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നാൽ നമ്മളെല്ലാവരും പെട്ടെന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, പ്രലോഭനത്തിന്റെ ഒരു നിമിഷത്താൽ, പാപത്തിന്റെ ശക്തിയാൽ, ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ ഈ പാപം എന്നുള്ള ശക്തി ആ സമയത്ത് നമ്മെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട്, വലിക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്യുന്നു. എന്നാൽ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ? താല്പര്യമില്ല. എന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് പറ്റുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിനോട് പോരാടി അതിനെ കീഴടക്കി കൺട്രോൾ ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. See, you don't want to lose your temper, but the force of sin inside you makes you to lose your temper. സോ നിങ്ങളുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ശക്തിയാണ് സോ നിങ്ങളെ കോപിപ്പിക്കാനും
വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനും പാപം ചെയ്യാനും അത് പ്രോത്സാഹിപ്പിക്കുന്നത്, വലിച്ചോണ്ട് പോകുന്നത്, ഫോഴ്സ് ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നു. So this was Paul's experience, and there is a great hope for us because he got a victory over this sin. So ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു അനുഭവമാണ്. സോ പൗലോസ് ഈ വിഷയത്തിൽ വിജയം നേടിയ ഒരു വ്യക്തിയാണ്. രക്ഷയുടെ ഒരു അനുഭവം എങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൽ കൂടി നമുക്കും ഈ വിഷയത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ, we will overcome. We will overcome. We can overcome. We can defeat sin. So we can live a victorious life. So അതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത്. സോ അത് ഏത് രീതിയിലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ബാക്കിയുള്ള വചനങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ സ്ട്രഗിൾസ് കൂടുതലായിട്ട് നമ്മളോട് ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു. അത് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ഫ്രൈഡേ നോക്കാം. ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.